ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? സന്തോഷത്തിലല്ലേ? ഒന്നാമത്തെ കാര്യം, നിങ്ങളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് പേടിയാവും ഇല്ലേ? മുന്നിക്ക് നോക്കുമ്പോ ഇത്രയേറെ ആളുകളാണ്. ഞാനാണെങ്കിൽ ഇവിടെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കല്ലേ, അപ്പൊ എന്റെ കയ്യും കാലൊന്നും വിറക്കാണ്ട് നിങ്ങളുടെ മുമ്പില് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളും റിലാക്സ് ആയിട്ടിരിക്കണം. ശ്വാസം പിടിച്ചു വെച്ച് മസിൽ പിടിച്ചിരിക്കരുത്. ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാത്തതായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളിൽ നിന്നും ഒന്നുകൊണ്ടും വ്യത്യസ്തയുമല്ല. നിങ്ങളുടെയൊക്കെ പോലെ തന്നെ മകളായും പെങ്ങളായും ഭാര്യയായും മരുമകളായും ഉമ്മയായും നാത്തൂനോ ഇളച്ചിയോ മൂത്തച്ചിയോ അമ്മായിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതത്തിൽ വേഷങ്ങൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവൾ മാത്രമാണ് അല്ലേ? മോളൊക്കെ ജീവിതം ഇങ്ങനെ തകർത്ത് അഭിനയിക്കുന്ന ആളുകളല്ലേ? ആണോ? എന്തെങ്കിലും ഉണ്ടാത്ത നിങ്ങളുടെ പ്രതികരണങ്ങൾക്കനുസരിച്ചിരിക്കും എൻ്റെ ഉള്ളിൽ നിന്നുള്ള വരവ്. കാരണം നമ്മളിത് കാണാതെ പഠിച്ച് പറയണതൊന്നുമല്ല. മുൻപിലിരിക്കുന്ന ആളുകളുടെ മുഖം കാണുമ്പോൾ, അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മളുടെ ചില അനുഭവങ്ങളൊക്കെ അറിയാതെ ഇങ്ങനെ വന്നു പോവാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേകതകളും ഇല്ല എങ്കിലും കഴിഞ്ഞ 7 വർഷങ്ങളോളമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതം, ഞാൻ പഠിച്ച ആ കോഴ്സ്, എനിക്ക് നൽകിയ എൻ്റെ പ്രൊഫഷൻ, എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം, അത് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6, 7, 8, ചില ദിവസങ്ങളിൽ 10 മണി വരെ ഉണ്ടാവുന്ന അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ എന്ന് പറയുന്നത് മുൻപിൽ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന എന്നെ പോലെയുള്ള വികാര വിചാരങ്ങളും ചിന്തയും മജ്ജയും മാംസവും ഒക്കെയുള്ള പച്ചയായ മനുഷ്യരാണ്. ആ അനുഭവങ്ങളിൽ നിന്നും, ആ കുടുംബങ്ങളുടെ വേദനകളിൽ നിന്നും ഒരു മനുഷ്യൻ, ഞാനടക്കമുള്ള മനുഷ്യൻ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ സന്തോഷപൂർണമായ സംതൃപ്തപൂർണമായ ജീവിതം നിലനിർത്തുവാൻ ഒരാൾ എങ്ങനെയാവണം, അല്ലെങ്കിൽ ഒരാൾ എങ്ങനെയാവരുത് എന്ന 2 ചോദ്യങ്ങൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ വരാറുണ്ട്. ആ ചോദ്യത്തോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഇനിയുമേറെ പ്രാവർത്തികമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുറേ ഉത്തരങ്ങളുമുണ്ട്. ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ സംതൃപ്തയാകുവാൻ, കൂടുതൽ ആനന്ദകരമായി സംതൃപ്തിയോടുകൂടി ജീവിക്കുവാൻ ഞാൻ എങ്ങനെയാകണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വന്തത്തോട് പറയുന്ന പോലെ, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, മുൻപിൽ വരുന്ന ഓരോ ഗൃഹനാഥന്മാരോടും കുടുംബിനികളോടും ഓരോ മനുഷ്യന്മാരോടും വളർന്നു വരുന്ന നാളെയുടെ വാഗ്ദാനമായി മാറേണ്ട ഓരോ മക്കളോടും പറയാൻ ആഗ്രഹിക്കാറുണ്ട്. അത് തന്നെയാണ് ഈ ചുരുങ്ങിയ വേളയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴത്തെയും പോലെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അനുഭവം പറയുന്നതിന് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? 2-3 ദിവസങ്ങൾക്ക് മുൻപേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സമയവും ഡേറ്റും വളരെ കൃത്യമായി ഓർക്കുന്നില്ല. ക്ലിനിക്കിൽ ഉണ്ടായ 2 അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങാം. ഒരുപക്ഷെ ഈ അനുഭവങ്ങൾ എന്തുകൊണ്ട് ഞാൻ പങ്കുവെക്കുന്നു എന്നതിനുള്ള ഉത്തരം നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ് അല്ലേ? കുടുംബമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കുടുംബമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കൈ പൊക്കണം. 2 സൈഡിലും കുടുംബങ്ങളില്ലാത്ത ആരുമില്ല. സോ നമ്മളെല്ലാവരും നമ്മൾ അടങ്ങുന്ന കുടുംബങ്ങളിൽ നിന്നും വന്നവരാണ്. അതിലേറെ സന്തോഷം എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങളാണ് കൂടുതൽ. അതായത് വീടിന്റെ കരിങ്കല്ലോ, വീടിന്റെ വിളക്ക് അല്ലേ? വീടിന്റെ വിളക്ക് എന്നറിയപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആ വിളക്കൊന്ന് കെട്ടുപോയാലും നമുക്കറിയാം ചുറ്റുമുള്ളവര് ഇരുട്ടത്താവും
ചുറ്റുമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി നടക്കും, വഴി കാണാതെ, വഴി കണ്ടുപിടിക്കാൻ സാധിക്കാതെ അവരെന്താവും? ഇരുട്ടത്ത് തപ്പിപ്പോവും. അതുകൊണ്ട് തന്നെ ആ വിളക്കുകളാണ് ഇവിടെ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്നത് എന്ന ആനന്ദം തന്നെയാണ് ഒരുപക്ഷെ കുടുംബത്തിലേക്ക് വീണ്ടും വീണ്ടും ചർച്ചകളെ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മോനെയും കൊണ്ട് ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ക്ലിനിക്കിലേക്ക് വരികയാണ്. മോൻ്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യമാണ്. ദേഷ്യം വരും, പക്ഷെ അവൻ്റെ ദേഷ്യം അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതൊരു പക്ഷേ ബൈക്ക് ഓടിക്കാൻ കൊടുക്കാത്തതാവാം, അവന് മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കല്ലേ എന്ന് വാപ്പയോ ഉമ്മയോ പറയുന്നതാവാം, അതുമല്ലെങ്കിൽ TV ഓഫ് ചെയ്യാൻ പറയുന്നതാവാം, അല്ലെങ്കിൽ കുളിക്കാനോ നിസ്കരിക്കാനോ പഠിക്കാനോ ഒക്കെ പറയുന്നതാവാം. ഇങ്ങനെ തുടങ്ങിയിട്ട് അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടിൽ അവൻ്റെ പാരൻസ്, അവൻ്റെ ഉമ്മയോ ഉപ്പയോ അവനോട് പറയുകയാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ അവനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരത്തിലൂടെയാണ് അവൻ കടന്നു പോവുക. ഈ കുട്ടിക്ക് ഇത്തരം അനുഭവങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് ഒന്നുകിൽ അവൻ്റെ മുൻപിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട, ഒരു പക്ഷെ അവനോ അവൻ്റെ വീട്ടുകാർക്കോ അവൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ നശിപ്പിക്കായിരിക്കും. അതുമല്ലെങ്കിൽ അവനെ തന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അവൻ്റെ തലയോ കൈയോ ശരീരഭാഗങ്ങളോ ചുമരിലൊക്കെ ഇടിച്ചിട്ട് മുറിവാക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ദേഷ്യം ഇല്ലാതെയാക്കുവാൻ പലതരത്തിലുള്ള മെത്തേഡാണ് അവന് സ്വീകരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലമൊക്കെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉപദേശിച്ച് അവർ നല്ല പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ സ്കൂളിൽ കൗൺസിലറെ പോയിട്ട് കാണുകയാണ്. കൗൺസിലറാണ് പറഞ്ഞത്, ഇത് കൗൺസിലിങ്ങിൽ മാത്രമായിട്ട് നിയന്ത്രിക്കാൻ സാധ്യമല്ല, നമ്മൾ കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, കുറച്ചും കൂടെ നല്ല ചികിത്സ മോന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ ഏറെ സമയം ആ മോൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. സംസാരത്തിനൊടുവിൽ എനിക്ക് തോന്നിയ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം അവനെ പറഞ്ഞയച്ച് അവൻ്റെ ഉമ്മയെ വിളിച്ച് ഞാൻ അവൻ്റെ ഉമ്മയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മോന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏതോ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് അവൻ ആ ലഹരി പദാർത്ഥത്തിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് കേട്ടതിന് മറുപടിയായിട്ട് ആ ഉമ്മ കരയാണ് ചെയ്തത്. സ്വാഭാവികമായും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുകയോ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒന്ന് കേൾക്കുമ്പോൾ ഞാൻ അടങ്ങുന്ന എല്ലാ ഉമ്മമാരും കരയുന്നത് പോലെ ആ ഉമ്മയും കരയാണ്. കരച്ചിലിനൊടുവിൽ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാ, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നത് സ്വഭാവ പ്രശ്നത്തിനാണ്, ഇതിനല്ല. എൻ്റെ കുഞ്ഞ് ലഹരികളൊന്നും ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എനിക്കറിയാം എൻ്റെ മോന് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് തികച്ചും എതിർപ്പോട് കൂടിയിട്ട് ആ ഉമ്മ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ കുട്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് എഴുതി കൊടുക്കുകയായിരുന്നു. ഏത് ലഹരിയാണ്, എത്രത്തോളം അളവിലാണ് അവൻ്റെ ബ്ലഡിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എഴുതി കൊടുക്കുന്ന സമയത്താണ് ഈ ഉമ്മ ഇത് പറയുന്നത്. ഇത് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോവാനിരിക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് എൻ്റെ അരികിലേക്ക് എന്നെ വന്നിട്ട് ആ ഉമ്മ എന്നെ ഒരു കൂട്ടം കാണിച്ചു തന്നു. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉമ്മയുടെ ബാഗിൽ നിന്നും ഒരു നീല കളർ ബോക്സ് എടുത്തിട്ട് അത് എൻ്റെ കയ്യിൽ തരികയാണ്. എൻ്റെ കയ്യിൽ തന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, ഡോക്ടറെ, ഇത് ഒരു ദിവസം മോൻ്റെ പാൻറ് അലക്കുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കയ്യിലത് തരിക. ഞാനത് നോക്കിയ സമയത്ത് ഞാൻ ഈ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താന്ന് നിങ്ങൾ മോനോട് ചോദിച്ചില്ലേ എന്ന്. ഉമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചു, മോൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ മോനേന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ അത് ടിഷ്യൂ പേപ്പറാണ്, അത് ടിഷ്യൂ പേപ്പറാണ്. സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കൈക്കും വായിക്കൊക്കെ സ്മെല്ല് വരും. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും.
അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ടിഷ്യൂ പേപ്പറാണ് എന്ന് പറയാണ്. ടിഷ്യൂ പേപ്പർ പോലെ ഒരു ഫെയ്ഡ് യെല്ലോ കളറിലുള്ള ഒരു പേപ്പറാണ് ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഉമ്മ എൻ്റെ കയ്യിൽ തന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഇരിക്കാൻ പറയാണ്. അത് എന്താണ് എന്നത്, ആ റോളിംഗ് പേപ്പർ എന്താണ് എന്നത് ഒറ്റ കാഴ്ചയിലെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് ഫോട്ടോ എടുത്ത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസും അതെന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഇവിടെ ഇത് ടിഷ്യൂ പേപ്പർ ആണ് എന്ന് മകൻ പറഞ്ഞതിനെ തെല്ലും സംശയിക്കാതെ ഒരു വേള, ഒരു നിമിഷം പോലും എൻ്റെ കുഞ്ഞ് ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന ചിന്ത പോലും ഇല്ലാതെ അത് വിശ്വസിച്ച ഒരു ഉമ്മ. ആ ഉമ്മ എന്തൊക്കെയോ കൊണ്ട് തിരിച്ച് അവൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കാതെ അത് ഉമ്മയുടെ ബാഗിൽ കൊണ്ടെടുക്കുക. എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ ഉമ്മമാരെ, ഈ റോളിംഗ് പേപ്പർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? ഇത് ടിഷ്യൂ പേപ്പറിനേക്കാളും കട്ടി കുറഞ്ഞ മരത്തിന്റെ ചില മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച്, പൾപ്പൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പേപ്പറാണ്. ഇതിൽ 26 വളരെ ടോക്സിസിറ്റി നിറഞ്ഞ, വളരെ വിഷം നിറഞ്ഞ ലെഡ് പോലെയുള്ള മെറ്റൽസ് ആണ് ഇതിന്റെ കണ്ടന്റ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ സിഗരറ്റ് പോലെയുള്ള, പുകയില പോലെയുള്ള ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, നിക്കോട്ടിൻ പോലെയുള്ള പദാർത്ഥങ്ങളാവാം. അതുമല്ല എങ്കിൽ കഞ്ചാവോ, ഏറ്റവും ഇന്ന് സുലഭമായി ലഭിക്കുന്ന, എല്ലായിടത്തും ലഭിക്കുന്ന, ലോകത്തെ ഏറ്റവും വിഷം നിറഞ്ഞ കെമിക്കൽ ടോക്സിക് ആയിട്ടുള്ള MDMA ആവാം. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ റോളിംഗ് പേപ്പറിൽ വെച്ച് അത് ചുരുട്ടിയിട്ട് മക്കൾ ഉപയോഗിക്കും. അത് കഴിക്കുന്നവരുണ്ട്, അത് പുകച്ച് അതിൻ്റെ പുക കൊള്ളുന്നവരുണ്ട്. പല രീതിയിലാണ് അത് ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ പേപ്പറാണ് +1 പഠിക്കുന്ന ആ മോൻ്റെ പോക്കറ്റിൽ നിന്നും ഉമ്മാക്ക് കിട്ടിയത്. അത് ടിഷ്യൂ പേപ്പർ പോലെ തന്നെ ഇരിക്കും. ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞ് ഉമ്മയെ പറ്റിച്ച ആ മോൻ്റെ മുമ്പിൽ വളരെ നിഷ്കളങ്കതയോട് കൂടിയിട്ട് ആ ഉമ്മ പറ്റിക്കപ്പെടുകയാണ്, അല്ലേ? ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ പറ്റിക്കപ്പെടുന്ന ആ ഉമ്മയുടെ ഗണത്തിൽപ്പെട്ടവരാവാം. ആവാതിരിക്കണമേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നവരാണ്. ഇത്തരം കൂടിച്ചേരലുകൾ, അത്തരം ദുഃഖകരമായ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ ആരും എത്താതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം എന്ന പാഠം കൂടി ഉൾക്കൊള്ളുന്ന സന്ദർഭങ്ങളാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ആ ഉമ്മയെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ദുഃഖം കൂടി ആ ഉമ്മ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും ഇതിനൊരു പരിഹാരം എന്ന രൂപേണ മോനെ വിളിക്കുകയാണ്. മോനെ വിളിച്ച് ഇതിൻ്റെ ഉപയോഗം എത്ര നാള് തുടങ്ങി, എത്രത്തോളം അളവിൽ അവൻ്റെ ബ്ലഡിൽ അത് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ചികിത്സ നമ്മൾ തീരുമാനിക്കുക. ഒരുപക്ഷെ അവനെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പറഞ്ഞയക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവൻ്റെ ഈ അഡിക്ഷൻ മാറ്റേണ്ടി വരും. ഏത് രൂപത്തിലാണ് ചികിത്സ മുന്നോട്ട് പോവേണ്ടത് എന്നറിയാൻ അവനെ വിളിക്കുകയാണ്. വിളിച്ചു വരുത്തി ചികിത്സയുടെ മുന്നോടിയായിട്ട് കുട്ടിയുടെ ഉള്ളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുവാനുള്ള ഒരു മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അവനെ കൊണ്ട് ഇതിൻ്റെ ഉപയോഗം പൂർണ്ണമായും നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവനോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളോട് നമ്മൾ പറയുന്നത് അവരെ ഏറ്റവും വികാരഭരിതരാക്കുന്ന, അവരെ ഏറ്റവും കുറ്റബോധത്തിൻ്റെ മുൾമുനയിൽ എത്തിക്കുന്ന 2 മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവരെ ഉള്ളിൽ ഈ റിഗ്രഷൻ അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏതാ 2 മുഖങ്ങള്? ആരാ 2 മുഖങ്ങള്? ഹലോ, നിങ്ങളിത് ഇങ്ങനെ തിന്നിരുന്നാലോ? ഞാനിവിടെ ഒന്നും തിന്നാണ്ട് മയക്കും പിടിച്ചിങ്ങനെ നിൽക്കുക, നിങ്ങൾ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തിന്നുക, അത് നിങ്ങളെ വിഭവങ്ങള് അല്ലേ? ഞാൻ അവിടുന്ന് മലപ്പുറത്ത് നിന്നല്ലേ വരുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ മുട്ടമാലയും അതുപോലെ എന്താ ചട്ടിപ്പത്തിരിയും പിന്നത്തെ ടയർ പത്തല്, മീൻ പത്തല്, ഞങ്ങൾക്ക് ആകെ ഒരു നൈസ് പത്തിരി ഉള്ളൂ ഇല്ലേ? ഞങ്ങളെങ്ങാനും ടയർ പത്തൽ ഉണ്ടാക്കാൻ നിന്നാല് ഉള്ളു വേവൂല്ല.
ഒരിക്കലേ നിങ്ങളെ നാദാപുരത്ത് വന്ന് വളരെ മനോഹരമായിട്ട് ടയറ് പത്തലൊക്കെ കഴിപ്പിച്ച് വീട്ടിൽ പോയിട്ട് ടയറ് പത്തൽ ഉണ്ടാക്കുക. മന ഞെട്ടിക്കണല്ലോ അല്ലേ? രണ്ടും കൽപ്പിച്ച് പോയി. നിങ്ങൾ ഇവിടുന്ന് തന്നോ? അവർ കുറച്ച് പൊടിയൊക്കെ കൊടുത്തു വിട്ട്, ഞങ്ങൾ അവിടെ കിട്ടൂല അതിൻ്റെ പൊടി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതങ്ങ് കടിച്ചതും പുറം ഭാഗം മാത്രം വെന്തിട്ടുള്ളൂ, ഉള്ളിൽ മാവ് അതുപോലെ ഇരിക്കുക. അതോടെ നിർത്തി. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല, നമ്മളെ കൊണ്ട് നൈസ് പത്തിരിയെ നടക്കുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ തിന്നുന്ന സമയത്ത് ഞാൻ പറയുന്നതിന് ഒന്ന് മൂളിക്കൂടെ? വായിൽ എന്തുണ്ടെങ്കിലും ഒന്ന് മൂളിക്കൂടെ? അപ്പൊ മൂളൂല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ആരാണ് ആ രണ്ട് മുഖം നിങ്ങൾക്കറിയോ? നമ്മളുടെ ഉള്ളില് കുറ്റബോധം ഉണ്ടാക്കത്തക്ക രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്ന രണ്ട് മുഖങ്ങള് നമ്മുടെ ഉമ്മയുപ്പയാണ്, നമ്മുടെ മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ. അങ്ങനെയാണ് എൻ്റെ അനുഭവം, അങ്ങനെയാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കേസിലും ഞാൻ എന്ത് ചെയ്തു? ഈ കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും മാതാപിതാക്കള് ആ കുട്ടിക്ക് വേണ്ടി കുഞ്ഞുനാള് മുതൽ ഒരു പക്ഷേ അവനെ കൺമുന്നിൽ കാണുന്നതിന് മുൻപേ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയ രണ്ട് മനുഷ്യന്മാരേ ഉള്ളൂ. അത് ഉമ്മയും ഉപ്പയും മാത്രം. മറ്റുള്ളവരൊക്കെ അവനെ സ്നേഹിച്ചു തുടങ്ങിയത് അവന് പുറത്തു വന്നതിന് ശേഷം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അവൻ പുറത്തെത്തിയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷെ ഉമ്മയും ഉപ്പയും അങ്ങനെ ആയിരുന്നില്ല. ആ ഗർഭത്തിലിരിക്കുന്ന സമയം മുതൽ അവനെ സ്നേഹിച്ചു തുടങ്ങിയ ആ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച്, അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച്, അവരനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച്, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കിനാവുകളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനിടയിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അല്ല ഡോക്ടറെ, നിങ്ങളീ പറയുന്ന കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് എന്തിനാ നമ്മൾ കളയണേന്ന്? നമ്മളുടെ രസം, നമ്മളുടെ ഇഷ്ടങ്ങള്, നമ്മളുടെ സ്വാതന്ത്ര്യങ്ങള് അതെന്തിനാ നമ്മൾ കളയുന്നേ? ഈ ചോദ്യം കേട്ട് എനിക്ക് തിരിച്ചവനോട് പറയാൻ മറുപടികൾ ഉണ്ടായിരുന്നില്ല. കുടുംബത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? അടുത്ത അവന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അല്ലെങ്കിൽ എൻ്റെയും തീരുമാനപ്രകാരമല്ല ഞാൻ ജനിച്ചത്, അവരുടെ മകനായി ജനിക്കണമെന്ന് വിധിയായിരുന്നു. അങ്ങനെ ഞാൻ ജനിച്ചു. ഇനി മരിക്കുന്നത് വരെ ഞാൻ സ്വതന്ത്രനായി ജീവിക്കും. ആ ജീവിതം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൂടെ എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത്, ഒരു പക്ഷേ അവിടെ ചർച്ച അവസാനിപ്പിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ അനുഭവങ്ങളിൽ ഒന്നാണ് എങ്കിൽ അടുത്ത ഒരു അനുഭവം കൂടി നമുക്ക് കേൾക്കാം. ആർ യു റെഡി? അപ്പോ ഒരു പക്ഷേ അവൻ ഒരിക്കലും, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരികളൊക്കെ ഉപയോഗിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്നും പിന്തിരിയത്തക്ക രൂപത്തിൽ അവനെ ഉപദേശിക്കുമ്പോൾ, ഒരു വേള കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മറച്ചു വെക്കുന്നത്, മാറ്റി നിർത്തുന്നത് എന്ന ആ കുട്ടിയുടെ ചോദ്യം, അത് എത്രയോ തവണ ഞാൻ കേട്ട് പഴകിയ ഒരു ചോദ്യമാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുൻപിൽ മറ്റൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഒരിക്കല് ഒരു പെൺകുട്ടിയാണ് ക്ലിനിക്കിൽ കൊണ്ടുവന്നത്. അവള് ഒരു പ്രേമബന്ധത്തിലാണ് ഉള്ളത്. പക്ഷേ ഒരു തരത്തിലും മാതാപിതാക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാത്ത, ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു. അവരുടെ കാഴ്ചപ്പാടുകൾക്കോ അവരുടെ സ്വപ്നങ്ങൾക്കോ ഉതകുന്ന ഒരു ബന്ധമായിരുന്നില്ല അത്. ആ കുട്ടിയുടെ ഭാവി ജീവിതം ഒരിക്കലും സംതൃപ്തകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയില്ല ആ പയ്യന് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അവർ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ക്ലിനിക്കിൽ എത്തുന്ന സമയത്ത് ആ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ബന്ധമാണ് എന്നും, ഈ 7ാം ക്ലാസ് മുതൽ +2 ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ എണ്ണിയാൽ തീരാത്ത അത്രയും തവണ
ഈ പയ്യനുമായി കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുവാൻ, സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പലതവണയായി അവൻ പലതരത്തിലുള്ള മൊബൈൽ ഫോണുകളും ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം വീട്ടുകാർ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കാതെ അതിൽ നിന്നും കുട്ടിയെ തടഞ്ഞു നിർത്തുകയുമാണ് ചെയ്തത്. എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് കഴിഞ്ഞ 1 വർഷമായി നിരന്തരം ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ വീട്ടുകാർ ഫോൺ എന്താണെങ്കിലും കിട്ടുമെന്ന് ഉറപ്പായി, അതവൾ ഉപയോഗിക്കും എന്ന് ഉറപ്പായി. അപ്പൊ പിന്നെ അതിൻ്റെ ഉപയോഗം നിർത്താൻ വീട്ടുകാർ കണ്ടെത്തിയ, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും കൂലംകുശമായി ചിന്തിച്ച് അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് വീട്ടിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും വീട്ടിലേത് അടച്ചു വെക്കുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്ലഗുകളും വീട്ടിൽ ക്ലോസ് ചെയ്യാണ്. ആ ഉമ്മ അടുക്കളയിൽ പോലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാതെ കഴിഞ്ഞ 1 വർഷമായി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മിക്സി ഇല്ല, ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, അല്ലെങ്കിൽ ഗ്രൈൻഡർ ഇല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആ അടുക്കളയിലില്ല. പഴമയിലേക്ക് മടങ്ങിക്കൊണ്ട് ഇടിച്ചും അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചും ഭക്ഷണം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ ഉമ്മ മാറിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവയെല്ലാം മറച്ചു വെച്ചത്, മാറ്റിവെച്ചത് തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രം. പലപ്പോഴും അവര് ഉപയോഗിക്കുന്നത്, വീട്ടിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും 2 മൊബൈൽ ഫോൺ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അത് സ്മാർട്ട് ഫോൺ ആയിരുന്നില്ല, ടച്ച് ഫോൺ അല്ല. ഈ ഫോണ് തൊട്ടടുത്ത തറവാട് വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്യും. കുറേ സമയം 2 ദിവസം 3 ദിവസമൊക്കെ ചാർജ് നിൽക്കുന്ന രൂപത്തിലുള്ള മൊബൈൽ ഫോൺ. ഇങ്ങനെ എല്ലാ തരത്തിലും ആ കുട്ടിക്ക് പുറവുമായി അല്ലെങ്കിൽ ഈ പയ്യനുമായുള്ള ബന്ധം സ്റ്റോപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ 1 വർഷക്കാലം ഈ വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ 2 ദിവസം മുൻപേ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ കിട്ടുകയാണ്. ആ കുട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയതല്ല, ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ആ കുട്ടിക്ക് യൂട്രസുമായി ബന്ധപ്പെട്ട് ഗർഭപാത്ര സംബന്ധമായ ഒരു അസുഖം ഉണ്ടായത് കാരണം തൊട്ടടുത്ത ഹോസ്പിറ്റലിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഗൈനക്കോളജിസ്റ്റ് നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചത് കാണുന്നത്. അങ്ങനെ ഈ മൊബൈൽ ഫോണ് എങ്ങനെ ചാർജ് ചെയ്തു എന്ന ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി എങ്ങനെയായിരുന്നു? ഓരോ പ്ലഗും ഓപ്പൺ ചെയ്താൽ, അവൾ തുറന്നു കഴിഞ്ഞാൽ അറിയുന്ന രൂപത്തിലാണ് വാപ്പ എന്തൊക്കെയോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ പ്ലഗുകളും. ഇവള് പ്ലഗ് മുഴുവനായും പറിച്ചെടുത്ത് അതിനുള്ള എക്യുപ്മെന്റ് ഒക്കെ ആ പയ്യൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പ്ലഗ് മുഴുവനായും അതിൻ്റെ ആണിയടക്കം പറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിരുന്നത്. ഒരു വിധേനയും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്ലഗിനുള്ളിൽ വെച്ചിട്ട് അവൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു. അവരാരും കണ്ടുപിടിക്കാതെ ഈ 1 വർഷക്കാലം അവൾ ആ ബന്ധം തുടർന്നു. ഒരുപക്ഷെ യാതൊരു സംശയവും ആ മാതാപിതാക്കൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് നേരത്തെ അതേ രൂപത്തിൽ ആ ബന്ധത്തിൽ അവൾക്ക് ഉണ്ടാവാൻ പോകുന്ന, അവൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ വരുംവരായികകളെ കുറിച്ചും സംസാരിച്ച് ഒടുവിൽ വീണ്ടും അവൾക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിക്കുന്ന സ്നേഹനിധികളായ ആ മാതാപിതാക്കളിലേക്ക് എത്തിയപ്പോൾ, ആ കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ എന്നത്തെയും പോലെ അവളും പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എന്തിനാണ് കുടുംബത്തിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? എന്തിനാണ് കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നത്? എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ സ്വാതന്ത്ര്യങ്ങളെ ഞാൻ ഹനിക്കുന്നത്? ഞാൻ ജീവിക്കേണ്ടത് എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെയല്ലേ? ഞാൻ ജീവിക്കേണ്ടത് എനിക്കിഷ്ടമുള്ള രൂപത്തിലല്ലേ? മൈ ലൈഫ് മൈ ചോയ്സ് എന്നതായിരുന്നു അവളുടെ ഉത്തരം. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ 2 അനുഭവങ്ങൾ മാത്രമാണ്. ഇതിവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം, നമ്മൾ പ്രതീക്ഷയും സ്വപ്നങ്ങളും നൽകിക്കൊണ്ട് വളർത്തി വലുതാക്കുന്ന നമ്മുടെ നാളെയുടെ വാഗ്ദാനമായി മാറേണ്ട നമ്മുടെ പുതുതലമുറ, നമ്മുടെ മക്കള്,
ഞാനടക്കമുള്ള ഓരോ മനുഷ്യനും അമ്മയാവാൻ പോകുന്നു, അച്ഛനാകാൻ പോകുന്നു എന്നറിയുന്ന നിമിഷം മുതൽ ഈ മക്കളിൽ നാം അറിയാതെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മാറിപ്പോവുകയാണ്, മക്കളിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു വേള നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളേറെ മക്കൾക്ക് വേണ്ടി നമ്മൾ പലതും ത്യജിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളെ എന്ന് പറയുന്ന കാലഘട്ടം ഏത് വിധേനയായിത്തീരുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത് എന്ന് ഞാൻ അടങ്ങുന്ന കുടുംബിനികളും ഉമ്മമാരും അമ്മമാരും മാതാപിതാക്കളും അറിഞ്ഞിരിക്കുക എന്നത് തന്നെയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾക്കൊന്നും ഇപ്പോ എന്ത് വേണ്ട? എന്ത് വേണ്ടേ? എന്താ വേണ്ടാത്തേ? എന്താ വേണ്ടാത്തേ? കുടുംബം. എന്താണ്? കുടുംബം വേണ്ട, നമ്മളൊന്നും വേണ്ടാന്ന്. നമ്മള് സ്വപ്നം കാണില്ലേ? കിനാവ് കാണില്ലേ? നമ്മളിങ്ങനെ താലോലിച്ച് വളർത്തുന്നില്ലേ? ഈ പൊന്നോമന മക്കൾക്ക് നമ്മളെ വേണ്ട എന്ന് പറയുന്നൊരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ വാദത്തിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടവരായിരിക്കും. ലിബറലിസം എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ലിബറലിസം? മോശാണ്. ലിബറലിസത്തെ കുറിച്ച് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കി കാണി. ഒരാളാണെങ്കിലും പൊക്കാം. ഒരാൾ രണ്ടാളും ഇവിടെ കേട്ടിട്ടുണ്ട്. എന്തിനാ നിങ്ങൾക്ക് ഇത്ര നാണം? നമ്മൾ കേൾക്കണട്ടാ. കാരണം നമ്മളുടെ മക്കളില്ലേ, നമ്മളുടെ മുന്നിൽ ഓടുന്ന നമ്മുടെ മക്കള്, നമ്മൾ മാതൃകയായി മാറേണ്ട നമ്മുടെ മക്കള്, ആ മക്കളുടെ ജീവിതത്തിന്റെ മൊഡ്യൂളാണ് അല്ലെങ്കിൽ മോട്ടോയാണ്, അവരുടെ മുദ്രാവാക്യമാണ് ഈ ലിബറലിസം എന്നിരിക്കെ ഒരു വേള നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുകയെങ്കിലും വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മളുടെ കുട്ടികളുടെ വാദം എന്ന് പറയുന്നത് ലിബറലിസമാണ്, അഥവാ സ്വതന്ത്രവാദമാണ്. They want freedom. അവർക്ക് എന്താ വേണ്ടത്? സ്വാതന്ത്ര്യമാണ് വേണ്ടത്. എന്താണ് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ലിബറലിസത്തിന്റെ ലോകത്തെ ഏറ്റവും ശക്തനായ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളുടെ പേര് യോഹാൻ നോഹ ഹരേര എന്നാണ്. യുവാൽ നോഹ ഹരേര. ഇദ്ദേഹം ഏകദേശം 42-45 പ്രായം മാത്രമുള്ള ഒരു ബുദ്ധിജീവിയാണ്. ഇദ്ദേഹത്തിന്റെ 3 വളരെ ഫേമസ് ആയ 3 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 3 പുസ്തകങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ പുസ്തകം ഹോമോസാപ്പിയൻസ് എന്നാണ്. രണ്ടാമത്തെ പുസ്തകം 21 Lessons to 21st Century. മൂന്നാമത്തെ പുസ്തകം The Lesson to the Mankind, The Explanation to the Mankind എന്നാണ്. ഈ 3 പുസ്തകങ്ങളിലും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്, നമ്മൾ മനുഷ്യന്മാരെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മളെ മനസ്സിൽ കരുതിയാലും ഇല്ലെങ്കിലും 2300 ആവുമ്പോഴത്തേക്കും കുടുംബം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ലാതെയാകും. കുടുംബം എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് നമ്മുടെ ഭൂമിയിൽ ഇല്ലാതെയാവുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പുസ്തകത്തിൽ, ഈ 3 പുസ്തകങ്ങളിലും ആകെ മൊത്തം പറഞ്ഞു വെക്കുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, ഏകദേശം 20-30 വർഷങ്ങൾ കൊണ്ട് നാം അടങ്ങുന്ന മനുഷ്യന്റെയൊക്കെ സന്തോഷത്തിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ അളവ് കോല് എന്ന് പറയുന്നത്, അത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചും അതിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചും കൂടെ ഏതാണിനെയും പെണ്ണിനെയും മറ്റേതൊരാണിനും പെണ്ണിനും എങ്ങനെയും ഉപയോഗിക്കാം എന്നതിനനുസരിച്ചുമായിരിക്കും. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ അത് നാളെയല്ലേ, അല്ലെങ്കിൽ 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ എന്ന് വായിക്കുന്ന ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വേഗം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ നാട്, നമ്മളുടെ മക്കള്, നമ്മളുടെ കുടുംബം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള കുറച്ച് തെളിവുകളാണ് നമ്മൾ ഇന്നിവിടെ എടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മക്കളൊക്കെ കുടുംബം വേണ്ട, അല്ലെങ്കിൽ എന്തിനാണ് ഉമ്മ ഉപ്പ സഹോദരങ്ങള് അതുമായി ബന്ധപ്പെട്ടുള്ള നാം ഒതുങ്ങിക്കൂടേണ്ട ആ ഒരു കുടുംബം എന്തിനാണ് എന്ന ചോദ്യത്തിന് പിറകില് ഒരു പക്ഷേ കുടുംബത്തിനകത്ത് നിന്നാൽ, കുടുംബത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ, ആ ബന്ധത്തിന്റെ ആഴം ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ
ഈ സ്വതന്ത്രവാദം എന്ന് പറയുന്ന അതിമനോഹരമായ, വളരെ മനോഹരമായി ആകർഷണീയത നിറഞ്ഞ ഈ തിയറിയിലേക്ക് എനിക്ക് എത്തുവാനോ ആസ്വദിക്കുവാനോ കഴിയുകയില്ല എന്നത് തന്നെയാണ്. ഇനി എന്താണ് ലിബറലിസം എന്ന് നമുക്ക് നോക്കാം. സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ രണ്ട് തത്വങ്ങളാണ് അതിലൂടെ നിലനിർത്തപ്പെടുന്നത്. ഒന്നാമത്തത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തത് ഇക്വാലിറ്റിയാണ്. ഫ്രീഡം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എന്തിനുമുള്ള സ്വാതന്ത്ര്യം, എന്തിനുമുള്ള, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു മനുഷ്യന് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അവിടെ നന്മയുണ്ടോ തിന്മയുണ്ടോ? ഇല്ല. അവിടെ ധാർമ്മികതയുണ്ടോ അധാർമികതയുണ്ടോ? ഇല്ല. നല്ലതെന്നോ ചീത്തതെന്നോ ഇല്ലാതെ ഒരു മനുഷ്യന് തോന്നുന്ന എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഈ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയിലെ ഇക്വാലിറ്റി എന്താ? തുല്യത. ആര് തമ്മിലുള്ള തുല്യത? ആണും പെണ്ണും തമ്മിലുള്ള തുല്യത. ആണിനും പെണ്ണിനും തുല്യമായ അവകാശങ്ങൾ, ആണിനും പെണ്ണിനും തുല്യമായ സ്വാതന്ത്ര്യങ്ങൾ, ആണിനും പെണ്ണിനും തുല്യമായ രീതികൾ. അങ്ങനെയാണോ നാദാപുരംകാരെ? അങ്ങനെയാണോ? എന്തേ അല്ലാത്ത? എവിടെ അല്ലാത്തത്? നിങ്ങളൊക്കെ അല്ലാന്ന് പറഞ്ഞു കുറേ പേര്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരാണിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പെണ്ണുങ്ങൾക്ക് പറ്റുമോ? ഏതാ പറ്റാത്തത്? എല്ലാം പറ്റൂലേ? നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാല് ഒരാണിനെ കൊണ്ട് സാധിക്കുന്ന എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും, അല്ലേ? എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഓരോ പെണ്ണിനെ കൊണ്ടും പറ്റും. പ്രിയപ്പെട്ടവരെ, അടുത്ത ചോദ്യം, ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുന്ന എല്ലാം ആണിനെ കൊണ്ട് സാധിക്കുമോ? അതിനെല്ലാരും ഇല്ലാന്ന് ഉറപ്പല്ലേ? ഇല്ലേ? പറ്റുമോ? നൗഷാദൊക്കെ പറയാണ്. എന്ത്? ഞാൻ നൗഷാദക്കാരൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ നൗഷാദക്കാരനോട് പറയാ, അല്ല നൗഷാദക്ക, വലുതിനെ ഞാൻ പറ്റില്ലേ, രണ്ടാമത്തെ നിങ്ങൾ പെറ്റാളിന്ന്. ഇക്വാലിറ്റി വേണ്ടേ പ്രിയപ്പെട്ടവർ? ഇക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ? സമത്വമാണ്. ഈക്വൽ ആവണം, ഒരുപോലെ ആവണം. അപ്പൊ വല്യോൻ ആര് പറ്റൂ? ഞാൻ പറ്റൂ. പെറ്റു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാദാപുരത്തും പെറ്റു തന്നെയല്ലേ പറയാ? ഇല്ല, നിങ്ങളൊക്കെ മുഖം കണ്ട് പറയാത്ത പോലെ ഇരിക്കുക. ഞാൻ പ്രസവിച്ചു. അപ്പൊ രണ്ടാമത്തേന് ആര് പ്രസവിക്കട്ടെ? നൗഷാദൊക്കെ പ്രസവിക്കട്ടെ. നടക്കണ കാര്യ? ഞാൻ പറയാ, വല്യോന് ഞാനല്ലേ പാല് കൊടുത്തത് 2 വയസ്സ് വരെ. എത്ര പ്രയാസമുണ്ട് അല്ലേ? ഇല്ലേ? പെറ്റ ഉടനെ നേഴ്സ് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, 2 മണിക്കൂർ കൂടുമ്പോ പാല് കൊടുക്കണം കേട്ടോന്ന്. പെറ്റ വേദനയും സഹിച്ച് കിടക്കുക. സ്വതന്ത്രമായിട്ട് നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാ നേഴ്സ് വന്ന് തോണ്ടി പറയണേ, 2 മണിക്കൂറിന്റെ മുമ്പേ പാല് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ വരും, കുട്ടിക്ക് മഞ്ഞപ്പിത്തം വരും, കുഞ്ഞിന് പ്രശ്നമാണ്. 2 മണിക്കൂർ കൂടുമ്പോ ഉണരാന് നമ്മൾ അലാറം വെക്കലുണ്ടായിരുന്നോ? അലാം വെക്കുവോ? വേണ്ട. ഒരു അലാറത്തിന്റെയും സഹായം ഇല്ലാതെ, ഒരാളും തട്ടി വിളിക്കാതെ 2 മണിക്കൂർ ആവുന്നതിന്റെ മുൻപേ ഞാനും നിങ്ങളും എഴുന്നേറ്റിട്ടുണ്ട്. കുഞ്ഞിന് പാലൂട്ടിയിട്ടുണ്ട്. 2 വയസ്സ് വരെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് കുഞ്ഞിന് പാലൂട്ടിയെങ്കിൽ രണ്ടാമത്തേന് പറയാണ്, നൗഷാദ് ഇത് നിങ്ങൾ പാലുകൊടുത്തോളീന്ന്. ഇക്വാലിറ്റി വേണോ? ഇല്ലേ? ഒന്നാമത്തോന് നമ്മളല്ല പാലുകൊടുത്തേ, ഞാനല്ല പാലുകൊടുത്തേ. അതുകൊണ്ട് രണ്ടാമത്തേന് നൗഷാദ് പാല് കൊടുക്കട്ടെ. കയ്യോ പ്രിയപ്പെട്ടവരെ? നടക്കുവോ? നടക്കൂല. 10 മാസം കൊണ്ട് നടക്കാൻ കഴിയൂല എന്ന് മാത്രല്ല, അത്രയും വെയിറ്റ് ഉള്ള ഒരു കല്ല് വയറ്റത്ത് വെച്ചാൽ പോലും ഓർക്ക് എണീറ്റെന്ന് നമ്മൾ ചെയ്തതുപോലെ വീട്ടു ജോലികളും ചെയ്ത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ ഓർക്ക് കാണും പെണ്ണും തുല്യരാണോ? തുല്യരാവാൻ പറ്റുമോ? ഇതിനു വേണ്ടിയാണ് ഘോരം ഘോരം പ്രസംഗിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതുതലമുറയെ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കൊണ്ട് നടക്കുന്ന നമ്മുടെ മക്കളെ വഴിതിരിച്ച് വിഷം വമിക്കുന്ന ആ ചിന്ത അവരുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇട്ടുകൊടുത്തുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന മനോഹരമായ സംരക്ഷണ വലയത്തിൽ നിന്നും നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നത്. അവിടെ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ പുറത്ത് നോക്കിയാൽ ഈ ലിബറലിസമാണ്, അവിടെ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്, അല്ലേ? എന്താ എനിക്ക് ഈ വസ്ത്രം ഇട്ടാ കുഴപ്പം?
എന്താ ഞാനും ആണുങ്ങളുടെ പോലെ പുറത്തേക്ക് ഇറങ്ങി നടന്ന പ്രശ്നം? എന്താ ഞാനും നട്ടപ്പാതിരക്ക് മുറ്റത്ത് കൂടെ നടന്ന അങ്ങാടി കൂടെ നടന്നാലുള്ള പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ പ്രയാസപ്പെടുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ സ്ത്രീകളാണ് എന്നാണ് കാലം നമുക്ക് മുൻപിൽ തെളിയിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത് ആരാ? പെണ്ണുങ്ങളാ.